കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വാഴക്കുളം. സിൽവർ ജൂബിലിയുടെ നിറവിൽ അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ. മൂവാറ്റുപുഴ നഗരത്തിന്റെ പുഴയോരത്ത് ലതാ പാർക്കിനരികിലെ ഡ്രീംലാൻഡ് നഗരസഭാ പാർക്ക് മാറ്റത്തിനൊരുങ്ങുന്നു. ലഭ്യമായ സ്ഥലത്തിന്റെ പരമാവധി ഉപയോഗം ഉറപ്പാക്കുന്ന രീതിയിലാണ് വികസന പ്രവർത്തനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. മൂവാറ്റുപുഴ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് പുഴയോരത്ത് ലതാ പാർക്കിനരികിലെ ഡ്രീംലാൻഡ് നഗരസഭാ പാർക്ക് മാറ്റത്തിനൊരുങ്ങുന്നു. അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 50 ലക്ഷം രൂപയുടെ സമഗ്ര നവീകരണ പ്രവർത്തനങ്ങൾക്കാണ് മൂവാറ്റുപുഴ നഗരസഭ തുടക്കമിടുന്നത്. കേരളത്തിലെ മികച്ച നഗര പാർക്കുകളിൽ ഒന്നാക്കി മാറ്റുകയെന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 4.5 ഏക്കർ വിസ്തൃതിയുള്ള പാർക്കിന്റെ പകുതി ഭാഗത്താണ് ആദ്യഘട്ട വികസനം നടപ്പാക്കുന്നത്. പുതിയ വിശദമായ പ്രോജക്ട് റിപ്പോർട്ട് പ്രകാരം ലഭ്യമായ സ്ഥലത്തിന്റെ പരമാവധി ഉപയോഗം ഉറപ്പാക്കുന്ന രീതിയിലാണ് വികസന പ്രവർത്തനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. പാർക്കിലെത്തുന്ന വാഹനങ്ങളുടെ പാർക്കിംഗ് ഏറെ നാളായി സന്ദർശകരും നാട്ടുകാരും നേരിട്ടിരുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്നായിരുന്നു. ഇതിന് സ്ഥിര പരിഹാരമായി പാർക്കിനുള്ളിൽ തന്നെ ക്രമബദ്ധമായ പാർക്കിംഗ് സൗകര്യം ഒരുക്കുന്നതും പുതിയ പദ്ധതിയുടെ പ്രധാന പ്രത്യേകതകളിലൊന്നാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി പറഞ്ഞു. നഗരസഭയിൽ ഏറ്റവും കൂടുതൽ ചൂണ്ടിക്കാണിക്കപ്പെട്ട ഒരു വലിയ പ്രശ്നമായിരുന്നു മുനിസിപ്പൽ പാർക്കിൻ്റെ ശോചനീയാവസ്ഥ എന്നുള്ളത്. അതിനൊരു പരിഹാരം കണ്ടിട്ട് തന്നെയാണ് കഴിഞ്ഞ ഭരണസമിതി ഇറങ്ങിയിട്ടുള്ളത്. 50 ലക്ഷം രൂപ അതിനുവേണ്ടി വകയിരുത്തിയിട്ടുണ്ട്. ആ പദ്ധതിയുടെ പൂർത്തീകരണം ഈ ഒരു ഭരണസമിതി ഏറ്റെടുത്തിരിക്കുകയാണ്. സന്തോഷത്തോടുകൂടി അറിയിക്കട്ടെ, ഈ അടുത്ത ആഴ്ച തന്നെ ഇതിൻ്റെ വർക്ക് ആരംഭിക്കുകയാണ്. 50 ലക്ഷം രൂപയുടെ പ്രോജക്റ്റിൽ പാർക്കിംഗ് ഉൾപ്പെടെ ഉള്ള ഒരു DPR ആണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതിൻ്റെ എഗ്രിമെൻറ്റ് ബാക്കിയുള്ള എല്ലാ പ്രൊസീജിയേഴ്സും തന്നെ നമ്മൾ പൂർത്തിയാക്കി അടുത്ത ആഴ്ചയോടുകൂടി പണി ഇവിടെ ആരംഭിക്കുകയാണ്. പാർക്കിൻ്റെ എൻട്രൻസ് വരുന്ന ഏരിയ തൊട്ട് താഴ്ഭാഗത്തേക്ക് അത്യാവശ്യം കാറുകൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പാർക്കിംഗ് ഏരിയ, അതിനുള്ള പ്രൊവിഷൻ നമ്മളവിടെ ഒരുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഈ മുൻവശത്ത് തന്നെ അതിമനോഹരമായ ഒരു ഫൗണ്ടൻ ഒരുക്കുന്നുണ്ട്. മറ്റൊരു വലിയ പ്രശ്നമായിരുന്നു ഇവിടുത്തെ കളിയുപകരണങ്ങൾ കേടുവരുന്നു എന്നുള്ളത്. വളരെ മോശമായിട്ടുള്ള അവസ്ഥയിൽ തന്നെയാണ്. ഈ ഒരു പദ്ധതി വരുന്നത് കൊണ്ട് തന്നെയാണ് വീണ്ടും ഒരു പണം മുടക്കി അത് വേസ്റ്റ് ആക്കണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് നഗരസഭ എത്തിയത്. കുട്ടികൾക്കായുള്ള ആധുനിക കളി ഉപകരണങ്ങൾ സ്ഥാപിക്കുന്നതിനായി നഗരസഭ പ്രത്യേകമായി 10 ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട്. പാർക്കിനെ കുടുംബങ്ങൾക്കും യുവജനങ്ങൾക്കും കൂടുതൽ ആകർഷകമാക്കുന്ന രീതിയിൽ നൈറ്റ് ലൈഫ് സൗകര്യങ്ങൾ, ലൈറ്റിംഗ് സംവിധാനങ്ങൾ, ഇരിപ്പിടങ്ങൾ, വാക്ക്വേ, സൗന്ദര്യവൽക്കരണം എന്നിവയും പദ്ധതിയുടെ ഭാഗമായി പരിഗണനയിലാണ്. മൂവാറ്റുപുഴയുടെ നഗരസൗന്ദര്യത്തിന് പുതിയ അധ്യായമാകുന്ന ഈ നവീകരണ പദ്ധതി കുടുംബങ്ങൾക്കും കുട്ടികൾക്കും യുവജനങ്ങൾക്കും ഒരുപോലെ പ്രിയപ്പെട്ടതായി മാറുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.